200 വർഷത്തെ ചരിത്രം പറയുന്ന ഉമ്മുൽ ഖുവൈനി കോട്ട സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. ഫലജ് അൽ മുഅല്ല എന്ന കോട്ടയും അതിനകത്തെ മ്യൂസിയവുമാണ് അറബ് നാടിന്റെ പഴയകാല സാംസ്കാരിക അടയാളങ്ങളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ഉമ്മുൽ ഖുവൈനിലെ ഫലജ് അൽ മുഅല്ല കോട്ട. 1800-ൽ നാട് സംരക്ഷിക്കാൻ ഷെയ്ഖ് അബ്ദുള്ള ബിൻ റാഷിദ് ഒന്നാമൻ നിർമ്മിച്ചതാണ് ഈ കോട്ട. 2015 മുതൽ ഫലജ് അൽ മുഅല്ല കോട്ട ഉമ്മുൽ ഖുവൈൻ ഭരണകൂടം കേടുപാടുകൾ തീർത്ത് പുനർനിർമ്മിച്ച് സംരക്ഷിച്ചു പോരുകയാണ്. UAEയെയും അതിന്റെ പൈതൃകത്തെയും അറിയാൻ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന കേന്ദ്രം കൂടിയാണ് ഈ പുരാതന നിർമ്മിതി. കല്ലും ചുണ്ണാമ്പും ചേർത്താണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. UAEയുടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കേന്ദ്രവും മ്യൂസിയവും കൂടിയാണിന്ന് ഫലജ് അൽ മുഅല്ല കോട്ട. കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിച്ചാൽ വിശാലമായ ഹാൾ കാണാം. ഷെയ്ഖ് സൗദ് സാംസ്കാരിക സംവാദ സദസ്സ് എന്നാണ് ഈ മജ്ലിസ് അറിയപ്പെടുന്നത്. പണ്ട് വേനൽക്കാലത്ത് ഉമ്മുൽ ഖുവൈനിലെ ജനങ്ങൾ ഭരണാധികാരിയുമായി ഒത്തുകൂടുകയും സംവദിക്കുകയും ചെയ്തിരുന്നത് ഇവിടെയാണത്രേ. 2 ഗോപുരങ്ങളുള്ള കോട്ടയിൽ വിശാലമായ മജ്ലിസ് ഹാളിനു പുറമെ 3 മുറികൾ വേറെയുണ്ട്. മുറികളിൽ ഒന്ന് സമുദ്രമുറിയെന്നും മറ്റൊന്ന് ഷെയ്ഖാ മുറിയെന്നുമാണ് അറിയപ്പെടുന്നത്. പഴയകാലത്തെ കപ്പലുകളുടെ മാതൃകയും മീൻപിടുത്ത ഉപകരണങ്ങളും രത്നങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന മുറിയാണ് സമുദ്രമുറി. പെൺമുറി അഥവാ ഷെയ്ഖാ മുറി എന്നറിയപ്പെടുന്ന മേഖലയിൽ പഴമയുടെ കാഴ്ചകൾ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. അൽദൂർ, അൽ തബറക്, ജസീറ അക്കാബ് എന്നിവിടങ്ങളിൽ കിട്ടിയ പൗരാണിക വസ്തുക്കൾ സൂക്ഷിച്ച മുറിയും ഈ പുരാതന കോട്ടയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നു. മീഡിയ 1 ഉമ്മുൽ ഖുവൈൻ.